വളരെ ബുദ്ധിമാനും വിദഗ്ധനുമായ തന്ത്രജ്ഞനായിരുന്നു ആചാര്യ ചാണക്യൻ. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം നേടാനുള്ള വിവിധ മാർഗങ്ങൾ അദ്ദേഹം തന്റെ ചാണക്യ നീതിയിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. വ്യക്തി ജീവിതം, ജോലി, ബിസിനസ്, ബന്ധങ്ങൾ, സൗഹൃദം, ശത്രുക്കൾ തുടങ്ങിയ ജീവിതത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം ചാണക്യ നീതിയിൽ പങ്കുവച്ചിട്ടുണ്ട്. ചാണക്യന്റെ നയങ്ങൾ നിങ്ങൾക്ക് അല്പം കഠിനമായി തോന്നിയേക്കാം. എന്നാൽ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആചാര്യ ചാണക്യൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പങ്കാളിയോട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ദാമ്പത്യത്തെ തകർക്കുമെന്ന് ചാണക്യ നീതിയിൽ പറയുന്നു. ജീവിതത്തിലെ സന്തോഷവും ദുഃഖവും വെയിലും തണലും പോലെയാണെന്ന് ചാണക്യൻ പറയുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർ ഒരു കാര്യത്തിലും പരസ്പരം പരിഹസിക്കരുത്. ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം നമ്മൾ തന്നെയാണെന്ന് ചാണക്യൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളെ അവഗണിക്കാൻ പഠിക്കുക. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം പെട്ടെന്നു തന്നെ തകരാൻ സാധ്യതയുണ്ട്. മാന്യത മറക്കുന്ന പങ്കാളിയുടെ ബന്ധത്തിന് വിള്ളൽ വീഴാൻ അധികം സമയം വേണ്ടിവരില്ല. ചാണക്യ നീതി പ്രകാരം സ്ത്രീയോ പുരുഷനോ മാന്യതയില്ലാതെ പെരുമാറിയാൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കരിനിഴൽ വീഴുന്നത് വളരെ പെട്ടെന്നായിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. ഭാര്യയും ഭർത്താവും സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കാളികളാണ്. ഇതിനായി അവർ പരസ്പരം ഇണങ്ങി ജീവിക്കണം. ബന്ധം നല്ല രീതിയിൽ നിലനിർത്താൻ നല്ല ആശയവിനിമയവും പ്രധാനമാണ്. എന്തെങ്കിലും വിഷമം തോന്നിയാൽ പരസ്പരം സംസാരിക്കുക. പങ്കാളിയോട് പങ്കുവയ്ക്കാതെ നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ സൂക്ഷിച്ചാൽ തെറ്റിദ്ധാരണകൾ വർദ്ധിക്കും. പങ്കാളികൾ പരസ്പരം സംസാരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വളരും. അതു കാരണം നിങ്ങളുടെ ബന്ധം ക്രമേണ ദുർബലമാകാനും തുടങ്ങുമെന്നും ചാണക്യൻ പറയുന്നു. എല്ലാ ബന്ധങ്ങളിലും ബഹുമാനം ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ചാണക്യ നീതിയുടെ അഭിപ്രായത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം പരസ്പര ബഹുമാനമില്ലാതെ അപൂർണമാണ്. ബന്ധം നല്ല രീതിയിൽ നിലനിർത്താൻ പങ്കാളികൾ പരസ്പരം ബഹുമാനിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം എളുപ്പത്തിൽ തകരാൻ സാധ്യതയുണ്ടെന്ന് ചാണക്യൻ പറയുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം വളരെ ലോലമാണെന്ന് പറയപ്പെടുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് സത്യം മറച്ചു വെക്കരുത്. അതായത് നുണ പറയരുത്. കാരണം നിങ്ങൾ പറഞ്ഞത് നുണയാണെന്ന് പങ്കാളിക്ക് മനസ്സിലായാൽ അവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം കുറയാൻ തുടങ്ങുകയും നിങ്ങളുടെ ബന്ധത്തിൽ കയ്പ് വളരുകയും ചെയ്യുന്നു. അതിനാൽ ദാമ്പത്യ ബന്ധത്തിൽ ഒരിക്കലും പങ്കാളിയോട് നുണ പറയരുതെന്ന് ചാണക്യൻ പറയുന്നു. ദേഷ്യം എല്ലാവർക്കും ദോഷമാണെന്ന് ചാണക്യ നീതിയിൽ പറയുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിലും കോപം ദോഷകരമാണ്. ഭാര്യയോ ഭർത്താവോ ദേഷ്യപ്പെടുമ്പോൾ നല്ലതും ചീത്തയും എന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നമുണ്ടാക്കുകയും ബന്ധത്തിന്റെ തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. ചെറുതും വലുതുമായ എല്ലാ ജോലികളിലും ഭാര്യയും ഭർത്താവും പരസ്പരം സഹകരിക്കണം. ഭൂരിഭാഗം ആളുകളും വീട്ടുജോലികൾ സ്ത്രീകളെ മാത്രം ഏൽപ്പിക്കുന്നു. ഇത് തുടക്കത്തിൽ നല്ലതായി തോന്നുമെങ്കിലും പിന്നീട് അത് വഴക്കിന് കാരണമാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സഹകരണം അത്യാവശ്യമാണ്. ജീവിതം ശരിയായ രീതിയിലാകണമെങ്കിൽ പരസ്പരം ഇണങ്ങിച്ചേരണമെന്നും ചാണക്യൻ പറയുന്നു. ചാണക്യന്റെ ഇത്തരം നയങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലും വിജയം സുനിശ്ചിതമാണ്. ഇന്ത്യ ആക്രമിക്കാൻ വന്ന ഗ്രീക്ക് ആക്രമണകാരി അലക്സാണ്ടർ ചക്രവർത്തി അന്നത്തെ ഭരണാധികാരിയായ നന്ദരാജാവിനെ കൂട്ടുപിടിക്കുകയും
രാജ്യത്തുടനീളം ചൂതാട്ട കേന്ദ്രങ്ങളും മദ്യശാലകളും വ്യഭിചാര കേന്ദ്രങ്ങളും തുടങ്ങി നിസ്സഹായരായ സ്ത്രീകളെ മുഴുവൻ അടിമച്ചന്തയിൽ വിറ്റും ഗ്രീക്ക് ആക്രമണകാരികൾക്ക് കൂട്ടിക്കൊടുത്തും രാജ്യത്ത് ദുർഭരണം കാഴ്ചവെച്ചപ്പോൾ അതിനെതിരെ പോരാടി തന്റെ തന്ത്രങ്ങളിലൂടെ നന്ദരാജവംശത്തെ വേരോടെ പിഴുതെറിയുകയും ആ വംശത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുകയും ചെയ്തു ചാണക്യൻ. അലക്സാണ്ടർ എന്ന ഗ്രീക്ക് ആക്രമണകാരിയെ ഇന്ത്യയിൽ നിന്നും തുരുത്തി ഓടിച്ചു. ഒരു നാടോടി ബാലനെ ചന്ദ്രഗുപ്ത മൗര്യനാക്കി മാറ്റി മൗര്യ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാക്കി മാറ്റുകയും ചെയ്തു ചാണക്യൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി.